ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ സൗജന്യ പ്രമേഹ രോഗ പരിശോധന സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. മധുരം, പഞ്ചസാര, ഷുഗർ ഈ വാക്കുകൾ ദിനംപ്രതി നമ്മുടെ വീടുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അസുഖമായി മാറി ശരീരത്തിലെ പല അവയവങ്ങളെയും കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഏതൊരു അസുഖം ഉണ്ടെങ്കിലും നിയന്ത്രിക്കാനാവും. പക്ഷേ ആ അസുഖത്തിനൊപ്പം ഷുഗർ കൂടി ഉണ്ടെങ്കിൽ ശകലം പ്രയാസമാണ് എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രമേഹ രോഗം ഒരു അന്താരാഷ്ട്ര രോഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ തന്നെ പല സ്ഥലങ്ങളിലാണ് സൗജന്യ പ്രമേഹ രോഗ പരിശോധന സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പഞ്ചാര വണ്ടി എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തുടങ്ങിയ യാത്ര കാഞ്ഞിരപ്പള്ളി DYSP ആണ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഇടുക്കി ജില്ലയിലേക്ക് പഞ്ചാര വണ്ടി എത്തുകയും വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വരികയും ചെയ്തു. KSRTC ബസ്സാണ് പഞ്ചാര വണ്ടിയായി ആശുപത്രി അധികൃതർ തെരഞ്ഞെടുത്തത്. വണ്ടിപ്പെരിയാറിൽ നടന്ന സൗജന്യ പ്രമേഹ രോഗ പരിശോധന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക പ്രമേഹ ദിനമാണ്. അതിന്റെ ഭാഗമായിട്ട് കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് ആശുപത്രിയിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിൽ വന്ന് പ്രമേഹം ഉള്ളത് ആളുകൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി, സൗജന്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേരി ക്യൂൻസ് ആശുപത്രിയിലെ ലാബറട്ടറി വിഭാഗം ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പരമാവധി ഈ പരിശോധന നമ്മുടെ ഇവിടെയുള്ള പ്രദേശവാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സൗജന്യമായിട്ടാണ്, നമ്മൾ വെളിയിലുള്ള ലാബിൽ പോയാൽ 80 രൂപ പരിശോധന ഫീസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് ആശുപത്രി തന്നെ കോട്ടയം ജില്ലയിലുള്ള തന്നെ പ്രമുഖ പ്രശസ്ത ആശുപത്രിയാണ്. ഇന്നേ ദിവസം 3000-ഓളം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക, കൃത്യമായി ഇവർക്ക് രോഗം പരിശോധിച്ച് റിസൾട്ട് നൽകുക എന്നതാണ് പഞ്ചാര വണ്ടിയുടെ ലക്ഷ്യമെന്ന് മേരി ക്യൂൻ മിഷൻ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻ മിഷൻ ആശുപത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിന്റെയും എൻഡോക്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും ഡയബറ്റിക് ക്ലിനിക് നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പഞ്ചാര വണ്ടി എന്ന ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ ഇറക്കി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നവംബർ 14 ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. നവംബർ 14 ലോകവ്യാപകമായി പ്രമേഹ ദിനം ആചരിക്കുമ്പോൾ പ്രമേഹത്തെപ്പറ്റി കൂടുതൽ ആളുകളിലേക്ക് ബോധവൽക്കരണം നടത്തുക, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ ഷുഗറൊക്കെ ചെക്ക് ചെയ്യാതെ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എന്തെങ്കിലും കാരണത്താൽ ആശുപത്രി ചെല്ലുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവരുടെ ഷുഗർ ലെവൽ കൂടുതലാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ആളുകൾ ഇടയ്ക്കിടെ ഷുഗർ നോക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിലെ ടാക്സി തൊഴിലാളികൾ, വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി 300-ഓളം ആളുകളാണ് സൗജന്യമായി പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.